നമസ്കാരം. ജോസ് ജോൺ വ്യൂ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം തൃശ്ശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലും അമല മെഡിക്കൽ കോളേജിലും നടക്കുന്ന നേഴ്സസ് സമരവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിരുന്നു. പിന്നീട് ആ വീഡിയോ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം, ഈ സമരം കൊണ്ടു നടക്കുന്ന ഒരു ചാനലാണ് വാസ്തവത്തിൽ ഈ സമരത്തെ കൊണ്ടു നടക്കുന്നത്. 2 മെഡിക്കൽ കോളേജിൽ കുറച്ച് നേഴ്സുമാർ മാത്രം നടത്തുന്ന ഒരു സമരം, അത് ഒരു ആഗോള പ്രശ്നമാക്കി ഇവിടെ നിലനിർത്തുന്നത് ഒരു ചാനലാണ്. അതിൻ്റെ താല്പര്യങ്ങളാണ്. അപ്പോൾ ആ ചാനലാണ് ഇവരുടെ ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ അവർ അതിലൂടെ ഉന്നയിക്കപ്പെട്ട ചില ആരോപണങ്ങൾ. ഒന്ന്, ഈ അമല ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജുകളിൽ 45,000-ന് മുകളിൽ ആർക്കെങ്കിലും ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അത് കന്യാസ്ത്രീമാർക്കായിരിക്കും എന്ന ഒരു റെഫറൻസ് ഈ ചാനലുകാരൻ വയ്ക്കുകയുണ്ടായി. 2, അദ്ദേഹം പറയുന്നത് ഈ സമരം തീരാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അത് തൃശ്ശൂരെ ബിഷപ്പാണ്. ബിഷപ്പ് ഒരാൾ മാത്രം, മാനേജ്മെൻറ്റുകളൊന്നും അല്ല ഇതിനെതിരെ നിൽക്കുന്നത്, വേറെ ആളുകൾ ആരുമല്ല. ബിഷപ്പ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മാത്രമാണ് ഇതിൻ്റെ മുൻപിലുള്ളത്. അദ്ദേഹത്തിൻ്റെ വാശിയാണ് ഇത് തീരാത്തതിന് കാരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. 3, അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികളൊക്കെ കുഞ്ഞാടുകളാണെന്ന് പറയുന്നത്. ഈ കുഞ്ഞാട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത, പുല്ല് മാത്രം തിന്നാൻ അറിയുന്ന ഒരു കൂട്ടം, മുൻപിലിട്ട് കൊടുക്കുന്ന പുല്ല് തിന്നുക, എന്നിട്ട് ഇടയനെതിരെ പോകാൻ പറയുന്നു, അതിനെ ആട്ടി തെളിച്ച് കൊണ്ടുപോകുന്ന വഴിക്ക് തെളിച്ചങ്ങ് പോവുക എന്ന് പറഞ്ഞാൽ വിശേഷബുദ്ധി ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന ചില ആളുകൾ ക്രിസ്ത്യാനികളെ മൊണ്ണകളെന്നാണ് വിളിക്കുന്നത്. ഈ മൊണ്ണകളാണ് ക്രിസ്ത്യാനികൾ. മാത്രമല്ല ഈ വിശ്വാസി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പുച്ഛമാണ്. കാരണം വിശ്വാസി എന്ന് പറഞ്ഞാൽ ശാസ്ത്രബോധമില്ലാത്ത അല്ലെങ്കിൽ റാഷണാലിറ്റി ഇല്ലാത്ത ഒരു കൂട്ടമാണ് എന്ന മട്ടിലാണ് വിശ്വാസികളെ അങ്ങോട്ട് വളരെ പുച്ഛത്തോടെ അദ്ദേഹം റെഫർ ചെയ്യുന്നു. എന്നാൽ അദ്ദേഹം പറയുന്നത് ഈ ദിവസങ്ങളിലൊക്കെ ബിഷപ്പ് എന്തോ പള്ളികളിലൊക്കെ യോഗം കൂടാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബിഷപ്പ് പറയുന്നതൊന്നും ആരും കേൾക്കില്ല. ഈ വിശ്വാസികളെന്ന് പറയുന്ന മൊണ്ണക്കൂട്ടം ഞാൻ പറയുന്നത് കേൾക്കുള്ളൂ. അതുകൊണ്ട് അവരെല്ലാവരോടും കൂടി ഞാൻ പറയുന്നത് പോലെ ഈ സമരക്കാർക്ക് അനുകൂലമായിട്ട് ബിഷപ്പിനെതിരെ വലിയ പ്രകടനങ്ങൾ നയിക്കാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇടയായത്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് വിശദമായിട്ട് നോക്കുമ്പോൾ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ ഈ വ്യവസ്ഥാപിതമായ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കോർപ്പറേറ്റ് സെക്ടറിനേക്കാളേറെ കോർപ്പറേറ്റ് സെക്ടറിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പണം മാത്രമാണ്. നേരെ മറിച്ച് ഇവിടെയുള്ള വ്യവസ്ഥാപിത സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അതിനൊക്കെ ഒരു ഹോസ്പിറ്റൽ, ഇപ്പം മിഷൻ ഹോസ്പിറ്റലാണെങ്കിലും ശരി, അമല ഹോസ്പിറ്റലാണെങ്കിലും ശരി, അല്ലെങ്കിൽ കേരളത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ശരി, അതിനൊരു വിഷൻ ഉണ്ടാവും, ഒരു മിഷൻ ഉണ്ടാവും, ഒരു മോട്ടോ ഉണ്ടാവും. എന്തിനു വേണ്ടിയാണ് ഈ സ്ഥാപനം നടത്തുന്നത്? ലക്ഷ്യമുണ്ടാവും. അതിനെത്തേണ്ടതിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവും. അതിനാണ് വിഷൻ എന്ന് പറയുന്നത്. വേറൊന്ന്, അതിനൊരു മോട്ടോ ഉണ്ടാവും, ഒരു ആപ്തവാക്യം ഉണ്ടാവും. ഇപ്പം ഞാൻ ജോലി ചെയ്തിരുന്ന കോഴിക്കോട് ദേവഗിരി കോളേജിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് പ്രോ ദേയോ എറ്റ് പാട്രിയ എന്നാണ്. അതായത് രാജ്യത്തിനും ദൈവത്തിനും വേണ്ടി ആളുകളെ മോഡിഫൈ ചെയ്തെടുക്കുക, വിദ്യാർത്ഥി സമൂഹത്തെ മോഡിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത് മുന്നേറുക. അതുപോലെ ഈ സ്ഥാപനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടാവും, അതിൻ്റേതായിട്ടുള്ള മിഷൻ ഉണ്ടാവും, അതിൻ്റേതായിട്ടുള്ള വിഷൻ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കണം. ഇനി കത്തോലിക്ക സഭയുടേതാണ് ഈ സ്ഥാപനങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പിന്തുടർച്ചയാണെന്ന് നമുക്കറിയാവുന്ന കാര്യവുമാണ്. ക്രിസ്തുവിനെ സംബന്ധിച്ച് ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മിഷനുകളിലൊന്ന് രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈശോയുടെ മുമ്പിലെത്തിയ നിരവധിയായ രോഗികളെ അദ്ദേഹം സ്പർശിച്ച് സുഖപ്പെടുത്തിയ കാര്യം ബൈബിളിൽ ഈശോ പ്രകടിപ്പിച്ച അടയാളങ്ങളായിട്ട്, താൻ ദൈവപുത്രനാണ് എന്ന് പ്രകടിപ്പിച്ചതിൻ്റെ അടയാളങ്ങളായിട്ട്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ അടയാളങ്ങളായിട്ട് ബൈബിളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ ഈ ആതുര സേവനം, രോഗികളെ ശുശ്രൂഷിക്കുക എന്നുള്ളത് ഒരു പിന്തുടർച്ചയായി, യേശുവിൽ നിന്നുള്ള ഒരു പിന്തുടർച്ചയായി കൊണ്ടു നടക്കുന്നത്. വിദ്യാഭ്യാസം അങ്ങനെ തന്നെയാണ്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. പ്രകാശം എന്നതുകൊണ്ട് ജ്ഞാനം, ഹൃദയത്തിൻ്റെ വെളിച്ചം എന്നാണ് അർത്ഥം. ഹൃദയത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കടക്കുന്നത് അറിവിലൂടെയാണ്. അതുകൊണ്ട് മനുഷ്യന് അറിവ് നൽകുക എന്നുള്ളതാണ് പ്രകാശത്തിലേക്കുള്ള ആദ്യ പടി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കത്തോലിക്ക സഭ വിദ്യാഭ്യാസം നൽകുന്നത് എന്നും അതിൻ്റെ ഒരു മിഷനായി ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ പറയുന്ന ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആണെങ്കിലും ശരി, അമല മെഡിക്കൽ കോളേജ് ആണെങ്കിലും ശരി, ഇതൊക്കെ ഈ ഒരു മിഷനെ ആസ്പദമാക്കി ക്രിസ്തുവിൻ്റെ രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ള ആ മിഷൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ആദ്യം നമ്മൾ ബോധ്യപ്പെടേണ്ട കാര്യം. രണ്ടാമത്, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ രോഗികൾക്ക് വേണ്ടിയാണ് ഒരു ഹോസ്പിറ്റൽ.
അല്ലാതെ അവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് വേണ്ടിയോ നേഴ്സുമാർക്ക് വേണ്ടിയോ പാരാമെഡിക്കൽ സ്റ്റാഫിന് വേണ്ടിയോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് വേണ്ടിയോ അച്ഛന്മാർക്ക് വേണ്ടിയോ ഒന്നുമല്ല. ആ ഹോസ്പിറ്റൽ അവിടെ പ്രവർത്തിക്കുന്നത് രോഗിക്ക് വേണ്ടിയാണ്. ഒരു രോഗിയെ സംബന്ധിച്ച് അവന് രോഗം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ആരെയെ സമീപിക്കുക? അവൻ സമീപിക്കുന്നത് ഒരു വൈദ്യനെയാണ്, ഒരു ഡോക്ടറെയാണ് അവൻ സമീപിക്കുക. അപ്പോൾ രോഗി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ രോഗിയെ ചികിത്സിക്കുന്നു, ആ മരുന്ന് നിശ്ചയിക്കുന്നു, മരുന്ന് കൊടുക്കുന്നു. നമ്മുടെ പരമ്പരാഗത രീതികളിലൊക്കെ നമുക്കറിയാം, വൈദ്യൻ തന്നെയാണ് മരുന്നുണ്ടാക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ വൈദ്യൻ തന്നെയാണ്. പിന്നീട് ഇതൊരു എസ്റ്റാബ്ലിഷ്ഡ് സംഗതിയാകുമ്പോൾ, ഒരു വ്യവസ്ഥാപിത സംഗതിയാകുമ്പം രോഗികളുടെ വോളിയം വർദ്ധിക്കുമ്പോൾ, ഡോക്ടർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുബന്ധമായി ഡോക്ടറെ സഹായിക്കാൻ ആളുകളെ വേണ്ടി വരുന്നു. അങ്ങനെയാണ് നമ്മൾ മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്ന നേഴ്സുമാർ വരുന്നു, കോമ്പൗണ്ടർമാർ വരുന്നു, ഇനി ആളുകളെ വരിവരി നിർത്താൻ വേണ്ടി ഒരാൾ വരുന്നു. ആ വരിവരി നിർത്താൻ വേണ്ടി വരുന്ന ആളാണ് പിന്നീട് മാനേജ്മെൻറ്റായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നത്. അപ്പോൾ ഒരുപാട് ഡോക്ടർമാരും ഈ ഒരുപാട് രോഗികളും, ആ ഒരുപാട് ഡോക്ടർമാരും ഒരുപാട് രോഗികളും വരുമ്പം സഹായിക്കാനായി ധാരാളം നേഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരും. ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്യുന്ന സാധനത്തിൻ്റെ പേരാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് രോഗികളാണ്, പിന്നീട് അതിപ്രധാനപ്പെട്ടത് ഡോക്ടർമാരാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരികയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഓർത്തിരിക്കേണ്ടത്. ഇതിനകത്ത് ഏറ്റവും പ്രമുഖമായത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായത് രോഗികളാണ് ഹോസ്പിറ്റലിൻ്റെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. രോഗികൾക്ക് വേണ്ടിയാണ് ഇത്തരം ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അവരാണ് ഹോസ്പിറ്റലിൻ്റെ ടാർഗറ്റ് ഗ്രൂപ്പ്. ടാർഗറ്റ് ഗ്രൂപ്പിന് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ ഈ സ്ഥാപനം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഈ ഹോസ്പിറ്റലുകളൊക്കെ വലിയ ചരിത്രമുള്ള ഹോസ്പിറ്റലുകളാണ്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഇപ്പോൾ 75 വർഷം പൂർത്തിയാക്കാൻ പോകുന്നു എന്ന് കഴിഞ്ഞ ദിവസം അതിൻ്റെ CEO തന്നെ ടെലിവിഷനിൽ പറയുകയുണ്ടായി. 75 വർഷം മുൻപ് 2-3 ജില്ലകളുടെ, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, ഈ 3 ജില്ലകളിലെ രോഗികളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിർവഹിച്ചിരുന്ന സ്ഥാപനമാണ് എന്ന് ഓർക്കണം. അപ്പോൾ അക്കാലത്തൊക്കെയുള്ള മിഷൻ ഹോസ്പിറ്റലിൻ്റെ കാര്യം അറിയാം. ഇവിടെ ഈ കോഴിക്കോട് ഇവിടെ അടുത്ത് ഒരു മേരികുന്ന് ഹോസ്പിറ്റൽ എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലെ നേഴ്സുമാർ, പഴയ സിസ്റ്റേഴ്സ്, ഒരു 90 വയസ്സുള്ള സിസ്റ്റർ അവർ കാണാൻ പോയപ്പോൾ അവർ പറഞ്ഞു അവരെ തിരുവാമ്പാടി മേഖലയിലും ഈ കുടിയേറ്റ മേഖലകളിലൊക്കെ അന്ന് ഖൊനൈൻ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട്, അന്ന് മലമ്പനിയുണ്ട്. അപ്പോൾ മലമ്പനിയുള്ള രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി ഖൊനൈൻ, അതിനെ കൊയ്ന ഗുളിക എന്നാണ് നാട്ടിൻപുറത്തുകാർ പറയുന്നത്, ഈ ഗുളികയുമായിട്ട് ഇങ്ങനെ ഈ വീടുകളിൽ കയറി ഇറങ്ങും, പനിയുള്ള ആളുകളുണ്ടോ എന്ന് അന്വേഷിച്ച്. എന്നിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് ഗുളിക കൊടുത്ത് അവരുടെ രോഗം ഭേദപ്പെടുത്തും. അതിന് ജാതി മത ഭേദമൊന്നുമില്ല. ഏത് വീട്ടിൽ, ആ പ്രദേശത്തുള്ള എല്ലാ വീട്ടിലും കയറും, പനിയുള്ള ആളുകളുണ്ടോ എന്ന് ചോദിക്കുക, അവർക്കെല്ലാം ഗുളിക കൊടുക്കും. പൈസയ്ക്ക് വേണ്ടിയൊന്നുമല്ല, രോഗികളെ സുഖപ്പെടുത്താൻ വേണ്ടിയാണ്, ക്രിസ്തുവിൻ്റെ കൈകളായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ഇതിവിടെ മാത്രമൊന്നുമല്ല, കുടിയേറ്റ മേഖലകളിലൊക്കെ അങ്ങ് തലശ്ശേരിയിലാണ് കരുവഞ്ചാലൊരു ഹോസ്പിറ്റലുണ്ട്. അവിടുത്തെ നഴ്സുമാരും ഡോക്ടർമാരും ഇതേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഈ തൃശ്ശൂരെ ഹോസ്പിറ്റലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം. എനിക്ക് തൃശ്ശൂരെ ഹോസ്പിറ്റലിനെ കുറിച്ച് കൂടുതൽ പരിചയമില്ല. അപ്പോൾ ഈ ഒരു മേഖലയിൽ നാട്ടിൻപുറത്തും മലയോരങ്ങളിലുമൊക്കെ താമസിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് സേവനം കൈയെത്തിച്ചു കൊടുത്ത സ്ഥാപനം, അത്തരം പാരമ്പര്യമുള്ള സ്ഥാപനങ്ങളാണ് മിഷൻ ഹോസ്പിറ്റൽസ് എന്ന് ഓർക്കണം. അങ്ങനെ അത് പടിപടിയായി വളരുകയും മിഷൻ ഹോസ്പിറ്റൽ, തൃശ്ശൂരെ മിഷൻ ഹോസ്പിറ്റൽ വളരെ പെട്ടെന്ന് വലിയ ഹോസ്പിറ്റലായി മാറുകയും, അങ്ങനെ ആ പ്രദേശത്ത് ആർക്കെങ്കിലും ഒരു എക്സ്പെർട്ട് ചികിത്സ വേണ്ടി വന്നാൽ, വിദഗ്ധ ചികിത്സ വേണ്ടി വന്നാലുള്ള ഒരേ ഒരു സ്ഥാപനമായി ഈ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ നിലനിൽക്കുകയും ചെയ്യുമെന്ന് ഓർക്കണം. കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ മെഡിക്കൽ കോളേജസ് വന്നപ്പോഴും എറണാകുളത്തും തൃശ്ശൂരും ഒന്നും മെഡിക്കൽ കോളേജ് വന്നില്ല. എന്താ കാരണം? അവിടേക്ക് ഒന്നാന്തരം മിഷൻ ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് വരുന്നത് 1982 മാത്രമാണ്. അതിൻ്റെ കാരണം അവിടെ ജൂബിലി ഹോസ്പിറ്റൽ അന്ന് ഈ 2-3 ജില്ലകളിലെ രോഗികളുടെ മുഴുവൻ ആവശ്യങ്ങളും നിർവഹിക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഒരു ആശുപത്രിയായി, ഒരുപക്ഷെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനെ കഴിഞ്ഞും മിടുക്കുള്ള ഒരു ആശുപത്രിയായി നിലനിന്നിരുന്നു എന്നതുകൊണ്ടാണ് ഇന്നും ആളുകൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, തൃശ്ശൂരെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നതിനേക്കാളേറെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിനെയാണ് ഒരു ജനറൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആശ്രയിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അമല ഹോസ്പിറ്റലിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ 1978 ക്യാൻസർ സ്പെഷ്യലൈസേഷനുമായി തുടങ്ങിയ ഒരു ആശുപത്രിയാണത്. കേരളത്തിലെ ആദ്യത്തെ ക്യാൻസർ സ്പെഷ്യൽ ആശുപത്രിയാണ്. അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡിയാണ് ആ ആശുപത്രി ഉദ്ഘാടനം ചെയ്തത്. അതിൽ നിന്നും തന്നെ ആ ആശുപത്രിക്കുള്ള പ്രാമുഖ്യവും പ്രാധാന്യവും നമുക്ക് മനസ്സിലാകും. സംസ്ഥാന തലത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ പ്രാമുഖ്യം ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് തന്നെ വന്ന് അങ്ങനത്തെ ഒരു വെഞ്ചർ ഉദ്ഘാടനം ചെയ്യാനിടയാകുമെന്ന് മനസ്സിലാക്കണം. ഇവിടെ RCC എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ സ്ഥാപനം 1981 തുടങ്ങിയിട്ടുള്ളൂ. അതേസമയം അമല ഹോസ്പിറ്റൽ 1978 തുടങ്ങി. അപ്പോൾ ഇവിടുത്തെ ക്യാൻസർ രോഗികളെ കുറിച്ച് ഗവൺമെൻറ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് കത്തോലിക്ക സഭയിലെ CMI സന്യാസ സമൂഹം അന്ന് 1978 അമല മെഡിക്കൽ കോളേജ് തുടങ്ങിയെന്ന് വിചാരിക്കണം. ഈ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ഒരു ജനറൽ പർപ്പസിന് വേണ്ടിയുള്ളതാണെങ്കിൽ അമല ഒരു സ്പെഷ്യലൈസ്ഡ് പർപ്പസിന് വേണ്ടി തുടങ്ങിയ സ്ഥാപനമാണ്. അന്ന് കേരളത്തിലെമ്പാടുമുള്ള
കേരളത്തിൽ ഉണ്ടായിരുന്ന ക്യാൻസർ രോഗികൾ മുഴുവൻ ആശ്രയിച്ചിരുന്നത് അമല മെഡിക്കൽ കോളേജിനെയാണ്. എൻ്റെയും ചില ബന്ധുക്കൾ അവിടെ ചികിത്സ തേടിയത് ഞാൻ ഓർക്കുന്നു. എത്ര കാരുണ്യത്തോടാണ് അന്ന് ആ കാലത്ത് അവർക്ക് ചികിത്സ ലഭിച്ചിരുന്നതെന്നും ഞാൻ ഓർക്കുന്നു. അപ്പം ഇതിൽ ഈ സ്ഥാപനങ്ങളൊക്കെ ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അന്നും ഇന്നും എന്നും ഇവരെ സംബന്ധിച്ച് ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് രോഗികളാണ് പ്രധാനം, രോഗികളാണ് ടാർഗറ്റ് ഗ്രൂപ്പ്. അത് കഴിഞ്ഞ് എന്തും വരുന്നുള്ളൂ. അപ്പം ഇനി ബിഷപ്പിന് ഇവിടെയുള്ള റോൾ എന്താണ്? ഈ ഒരു ഈ ചാനലുകാരൻ ഒരു ചാനലിൽ ഒരു കത്ത് വായിച്ച് കേൾപ്പിക്കുന്നത് കേട്ടു. അദ്ദേഹത്തിന് ഒരു സമരത്തിലുള്ള ഒരു നേഴ്സിൻ്റെ അപ്പൻ അയച്ചതായിട്ടാണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ബിഷപ്പിൻ്റെ സ്ഥലത്തേക്ക് സമരം കൊണ്ടുപോയിട്ടില്ല, ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ മുതലാളിയുടെ ചെയർമാൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ സമരം കൊണ്ടുപോയത് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ബിഷപ്പ് ഹൗസ് അവരെ സംബന്ധിച്ച് ചെയർമാൻ്റെ വീടാണ്. അത് കത്തോലിക്ക സഭയുടെ ആസ്ഥാനമല്ല, അത് ചെയർമാൻ താമസിക്കുന്ന വീടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോയിട്ട് തന്നെ വേണമെങ്കിലും കാണിക്കാനുള്ള അവകാശമുണ്ട്, കാരണം അത് തൊഴിലുടമയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. വാസ്തവത്തിൽ ബിഷപ്പിന് ഇതിനകത്തുള്ള റോൾ എന്താണ്? ഹോസ്പിറ്റലുള്ള റോൾ എന്താണ്? ഹോസ്പിറ്റൽ എന്നല്ല, തൃശ്ശൂർ രൂപതയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ചെയർമാൻ ബിഷപ്പ് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ചെയർമാൻ റോള് ആ സ്ഥാപനത്തിലെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുകയോ അതിൽ തീരുമാനം ഉണ്ടാക്കുകയോ ഒന്നും അദ്ദേഹത്തിൻ്റെ ജോലിയല്ല. അദ്ദേഹത്തിന് ഒരു സൂപ്പർവൈസിങ് കാര്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹം പ്രധാനമായും സൂപ്പർവൈസ് ചെയ്യുന്നത് അതിൻ്റെ മിഷൻ ആൻഡ് വിഷൻ നടപ്പാക്കപ്പെടുന്നുണ്ടോ, അതിൻ്റെ ടാർഗറ്റ് ഗ്രൂപ്പിന് ന്യായമായ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രമായിരിക്കും അദ്ദേഹം ശ്രദ്ധിക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതാണ് അദ്ദേഹത്തിൻ്റെ റോള്. നടത്തിക്കൊണ്ടു പോകാൻ അവിടെ ആളുകളെ വെച്ചിട്ടുണ്ട്, അവരാണ് നടത്തിക്കൊണ്ടു പോവുക. ഈ പറയുന്ന കാര്യത്തിന് വേണ്ടിയാണ് ഈ സ്ഥാപനം വെച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ വിഷനും മിഷനും ഇത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയുടെ കണ്ടിന്യൂഷനായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ബിഷപ്പിൻ്റെ ജോലി. അതാണ് ബിഷപ്പ് അവിടെ നോക്കുന്നത്. അല്ലാതെ ബിഷപ്പ് പോയിട്ട് അവിടെ നഴ്സുമാരുടെ സാലറി എത്രയാണ്, ഡോക്ടർമാരുടെ സാലറി എത്രയാണ്, പിന്നെ ഇവിടെ ഡിസ്പെൻസറിയിലെ മരുന്നുകൾ ആവശ്യത്തിനുണ്ടോ, ഓപ്പറേഷൻ തിയേറ്ററിൽ സൗകര്യമുണ്ടോ, ഇതൊന്നും നോക്കേണ്ടത് ബിഷപ്പിൻ്റെ ജോലിയല്ല. അത് നോക്കാൻ വേണ്ടി ഒരു ഡയറക്ടറച്ചിനെ വെച്ചിട്ടുണ്ടാവും, കൂടാതെ അവിടെ സ്റ്റാഫിലുള്ള ആളുകളുണ്ടാവും, അവരത്തരം കാര്യങ്ങൾ നോക്കിക്കൊള്ളും. ഇനി സ്ഥാപനത്തിന് എന്തെങ്കിലും വലിയ ഗൗരവതരമായ തട്ടുകേട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ബിഷപ്പിനെ സമീപിക്കും. ആ സമയത്ത് അതെങ്ങനെ പരിഹരിച്ചു കൊടുക്കാം എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ചിന്തിക്കുമെന്നല്ലാതെ അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഒരിക്കലും ഒരു ബിഷപ്പ് ഇടപെടാൻ സാധ്യതയില്ല. ഇത് തൃശ്ശൂർ ബിഷപ്പിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, കത്തോലിക്ക സഭയിലെ ഏതൊരു ബിഷപ്പിനെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയായിരിക്കും കാര്യങ്ങൾ നടക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അമല ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്, അമല ഹോസ്പിറ്റലിലെ ചെയർമാൻ ബിഷപ്പല്ല. അമല ഹോസ്പിറ്റലിലെ ചെയർമാൻ അവിടെയുള്ള ഹൗസിൻ്റെ പ്രയോറായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പിന്നെ പ്രൊവിൻഷ്യലായിരിക്കും, ആ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ, അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ തൃശ്ശൂർ ബിഷപ്പിനെ ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും ഇത് സമൂഹത്തെ, ക്രിസ്തീയ സമൂഹത്തെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കൃത്യമായി ഉദ്ദേശിച്ചിട്ടുള്ളത്. അമല ഹോസ്പിറ്റലിനെ ഇപ്പം മിക്കവാറും ഡിസ്കഷൻസ് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ളതും ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. ഇനി ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നോക്കുകയാണ്, അവരുടെ വിഷനും മിഷനും എന്താണ്? അവർക്ക് ഒറ്റ മിഷനും മാത്രമേ ഉള്ളൂ, കാശ് എന്നൊരു വിഷൻ മാത്രമേ ഉള്ളൂ. അവരുടെ മിഷൻ രോഗിയുടെ പോക്കറ്റിലേക്ക് നോക്കുക എന്നുള്ളതാണ്, അല്ലാണ്ട് രോഗിയുടെ രോഗത്തിലേക്ക് നോക്കുക എന്നുള്ളതല്ല. ഏതെങ്കിലും രോഗിയുടെ രോഗം ഭേദപ്പെടുത്തി കൊടുക്കാനല്ല ഒരു കോർപ്പറേറ്റ് ഗ്രൂപ്പ് ഇവിടെ ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മിഷൻ ഹോസ്പിറ്റലുകളുടെ ചരിത്രം പറഞ്ഞു. എങ്ങനെയാണ് ഈ ഹോസ്പിറ്റലുകൾ ഉണ്ടായത്, എന്തിനാണ് ഈ ഹോസ്പിറ്റലുകൾ ഉണ്ടായത്? കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? വിദേശത്ത് കിടക്കുന്നവൻ ഇവിടെ ചൂണ്ടയിട്ടാൽ പിടിക്കാൻ നല്ല ഒന്നാന്തരം മീനുണ്ട് എന്ന് മനസ്സിലാക്കി അവൻ്റെ പണം ഇവിടെ മുടക്കുകയും അവൻ ഈ സമൂഹത്തിലേക്ക് ചൂണ്ടയിടുകയും ചെയ്തിട്ടാണുള്ളത്. ഇവിടെ വന്നാൽ ഒന്നാന്തരം ചികിത്സ തരാം എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യങ്ങളിലൂടെ ആളുകളെ ആകർഷിച്ച് അവിടെ എത്തുകയും അവൻ്റെ പോക്കറ്റ് അറുത്തു മാറ്റുകയും ഒരുപക്ഷെ അവൻ്റെ അവയവങ്ങൾ പോലും മോഷ്ടിച്ച് വിൽക്കുന്നതായിട്ടുള്ള പരാതികൾ വരുന്നതും ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിന് വിഷനും മിഷനും ഒന്നേ ഉള്ളൂ, കാശുണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ് ഗ്രൂപ്പ്. എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, കാശുള്ള പേഷ്യൻ്റ് എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ് ഗ്രൂപ്പ്, വേറൊന്നുമില്ല. നേരെ മറിച്ച് ഇത്തരം ആശുപത്രികളിൽ, മിഷൻ ഹോസ്പിറ്റലിൽ, കത്തോലിക്ക സഭയുടെ ഹോസ്പിറ്റലിൽ ടാർഗറ്റ് ഗ്രൂപ്പ് രോഗികളാണ്, പ്രത്യേകിച്ചും പാവപ്പെട്ട രോഗികളാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ആളുകൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ബിഷപ്പ് ഒരു ടാർഗറ്റ് ആവുന്നത്? അപ്പോൾ ഈ ചാനലുകാരൻ പറയുന്നത് ബിഷപ്പ് മാത്രമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, ബാക്കി ആരും പ്രശ്നം ഉണ്ടാക്കുന്നില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയിലുള്ള ഈ പറഞ്ഞ കുഞ്ഞാടുകൾ എന്ന് പറയുന്ന വിവരം കെട്ട മനുഷ്യർ, അല്ലെങ്കിൽ ഈ മൊണ്ണകളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്ന റാഷണാലിറ്റി ഇല്ലാത്ത ഗ്രൂപ്പ്, അവരെ സംബന്ധിച്ച് എന്ത് പറഞ്ഞാൽ അവരങ്ങ് വിഴുങ്ങിക്കോളും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ബിഷപ്പാണ് ഇതിനെല്ലാത്തിനും പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞ് എടുത്തു കാണിക്കുമ്പോൾ ഈ ബിഷപ്പിനെതിരെ ഇവരുടെ ഇടയിൽ നിന്ന്, ഈ ഗ്രൂപ്പിൽ നിന്ന് റിബലിയൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇയാളൊരു മഹാകുഴപ്പക്കാരനാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് കത്തോലിക്ക സഭയിലുണ്ടായ ഈ ചില പ്രശ്നങ്ങൾ, എറണാകുളം വിഷയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിഷയങ്ങൾ എടുത്തിടുന്നുണ്ട്. നിശ്ചയമായും അതിനകത്തൊക്കെ സഭയ്ക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഞാനും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ സഭയെ ഡിസോൺ ചെയ്യാനോ അല്ലെങ്കിൽ സഭയെ കാടടച്ച് വിമർശിക്കാനോ ഒന്നും ഒരു സാധാരണ ബോധമുള്ള വിശ്വാസി തയ്യാറാവുകയില്ല. വിശ്വാസി എന്നതുകൊണ്ട് റാഷണാലിറ്റി ഇല്ലാത്തവനോ മൊണ്ണയോ
കുഞ്ഞാടൊന്നുമല്ല, ഞങ്ങളൊക്കെ ഒന്നാം തരം തിരിച്ചറിവുള്ള ആളാണ്. ഞാനൊരു കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസം, ഏറ്റവും അധികം വിദ്യാഭ്യാസം നേടിയിട്ടുള്ള സമൂഹമാണ് ക്രിസ്തീയ സമൂഹം. നല്ല വിവേചന ശേഷിയുണ്ട് ഈ സമൂഹത്തിൽ. സമൂഹത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ബിഷപ്പായാലും ശരി തെറ്റായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ചോദിക്കാനുള്ള ശേഷി ഈ സമൂഹത്തിലുള്ള ആളുകൾക്കുണ്ട്, അതിനുള്ള തിരിച്ചറിവുമുണ്ട്. അതിനുവേണ്ടി പുറത്തുനിന്ന് ആളുകളൊന്നും വല്ലാതെ വിഷമിക്കൊന്നും വേണ്ട. കന്യാസ്ത്രീ വല്ലാതെ ശമ്പളം വാങ്ങിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കന്യാസ്ത്രീക്കായിരിക്കും ഇവിടെ ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടിയിട്ടുള്ളത് ഈ സിസ്റ്ററിനായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കന്യാസ്ത്രീമാരുടെ സേവനത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കനൈൻ ഗുളികയുമായിട്ട് വീടുകളിൽ കയറി ഇറങ്ങിയ സിസ്റ്റേഴ്സിനെ നമുക്കറിയാം. ഇന്നും നിരവധിയായിട്ടുള്ള ഹോസ്പിറ്റലുകൾ സേവനം നൽകുന്ന സിസ്റ്റേഴ്സിനെ നമുക്കറിയാം. ഇവരാരും പണത്തിന് വേണ്ടി ഇത് ചെയ്യുന്നതല്ല. പണത്തിന് വേണ്ടിയാണ് ചെയ്യാൻ എന്തെല്ലാം തരം ജോലിയുണ്ട്. ക്രിസ്തുവിൻ്റെ കാഴ്ചവെട്ടിൽ ഒരു മനുഷ്യനത് പുരുഷനോ സ്ത്രീയോ ആയിക്കൊള്ളട്ടെ, ജീവനും ജീവിതവും സമർപ്പിക്കുന്നത് പണമുണ്ടാക്കാൻ വേണ്ടിയല്ല. പണമുണ്ടാക്കാൻ വേണ്ടി അനേകം വഴികൾ ഈ ലോകത്തിൽ ബാക്കിയുള്ളപ്പോൾ അത്തരം വഴികൾ സ്വീകരിക്കാതെ അവർ യേശുവിൻ്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി പോയവരല്ല എന്നുള്ളത് ഉറപ്പാണ്. അത് നമുക്ക് അനുഭവത്തിന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഗവൺമെൻറ് സർവീസിൽ സിസ്റ്റർമാർ ജോലി ചെയ്യുന്നില്ലേ? ഉണ്ട്. ഇവിടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലൊക്കെ സിസ്റ്റർമാർ ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് അറിയുന്നവരുണ്ട്, എൻ്റെ പരിചയക്കാരുണ്ട്. അവർ ഏൺ ചെയ്യുന്ന പണം, അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അവർ സേവന മേഖലയിലേക്ക് തിരിച്ചുവിടുകയാണ്, കാരുണ്യ പ്രവർത്തികളിലേക്ക് തിരിച്ചുവിടുകയാണ്. അങ്ങനെയും അവർ പണം സമ്പാദിച്ച് സേവനം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഇനി ഈ ചാനലുകാരൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, അദ്ദേഹത്തിന് ബ്രദർ എവിടെയോ വലിയ അച്ഛനാണ്, ഭയങ്കരമായിട്ട് മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് അദ്ദേഹം പറയുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ടാണോ ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു എക്സ്റ്റൻഷനിലേക്ക് എത്തിയത് എന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് പരിചയമുള്ള കൂട്ടത്തിൽ, പുഴുക്കുത്തുകളില്ല എന്നല്ല, എനിക്ക് പരിചയമുള്ള കൂട്ടത്തിൽ കത്തോലിക്ക സഭയിൽ സമർപ്പിതരായിട്ടുള്ള മനുഷ്യരെല്ലാവരും തന്നെ അവരുടെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചവരാണ്. അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്ഥലത്തും നടക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ബിഷപ്പിനെ ഇദ്ദേഹം ടാർഗറ്റ് ആക്കും? ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷ്യമാണ്. ഈ സമൂഹത്തിൽ ഒരു തമ്മിലടി ഉണ്ടാക്കി അദ്ദേഹത്തെ പിന്താങ്ങിക്കൊണ്ട് കുറേ അധികം ആളുകൾ ഇതിൻ്റെ പിന്നിൽ സംസാരിച്ചു കൊണ്ടുവരും. കൃത്യമായിട്ടും പ്രഖ്യാപിത ലക്ഷ്യങ്ങളുള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവർ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഈ വിശ്വാസ സമൂഹത്തെ ഒന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുമോ? ഈ കുറച്ച് നേഴ്സുമാരെ മുൻപിൽ നിർത്തിക്കൊണ്ട്, നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ ഏറ്റവും അധികം നേഴ്സുമാരുള്ളത് കത്തോലിക്ക സമൂഹത്തിൽ നിന്നാണ്. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ ഒരു പൊതുവികാരം ഉണർത്തിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു കാര്യം ചിന്തിക്കണം, ഈ നേഴ്സുമാർക്ക് അടിസ്ഥാന ശമ്പളം 32,000 ഉറുപ്പിയാണ് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്, ഈ ചാനലുകാരൻ സമ്മതിക്കുന്ന കാര്യമാണ്. ഇവിടെ 32,700 രൂപ പോയിട്ട് 15,000 രൂപ കിട്ടിയാൽ ശമ്പളം കിട്ടിയാൽ ജോലി ചെയ്യാൻ തയ്യാറുള്ള വലിയ ഒരു ചെറുപ്പക്കാരുടെ സമൂഹം നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയാമോ? ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം തൊഴിലില്ലാത്ത ആളുകളുള്ള ഒരു സ്ഥലമാണ് കേരളം. ഈ കേരളത്തിലാണ് 32,700 രൂപ അടിസ്ഥാന ശമ്പളം കിട്ടുന്ന, അല്ലെങ്കിൽ ജോലി തുടങ്ങുന്ന സമയം ശമ്പളം കിട്ടുന്നിടത്ത് പോരാ എന്ന് പറഞ്ഞ് ഒച്ചയുണ്ടാക്കുന്നത്. കിട്ടുന്നെങ്കിൽ വാങ്ങിക്കോട്ടെ, ഞാനെതിരല്ല. ഞാൻ പറയുന്നത്, ഞാൻ പഠിപ്പിച്ച കോളേജിലും 10,000 5,000 വിദ്യാർത്ഥികൾ ഓരോ വർഷവും പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇവർക്കൊക്കെ തൊഴിലെവിടെ? കിട്ടിയവനെ സംബന്ധിച്ച് കിട്ടിയത് പോരാന്ന് പറഞ്ഞ് ഒച്ചയുണ്ടാക്കുകയാണ്. കിട്ടാത്തവനോ? അപ്പോൾ കിട്ടാത്തവൻ്റെ പ്രശ്നം ഇവിടെ ബാക്കിയുണ്ട്. ഒരുപക്ഷെ കിട്ടിയവരുടെ കഴിഞ്ഞും കൂടിയ പ്രശ്നം കിട്ടാത്തവരുടെ പ്രശ്നമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആളില്ല. ഈ ആശുപത്രികളിൽ വരുന്ന രോഗികൾക്ക് ശബ്ദമില്ല. അവർക്ക് സമരം ചെയ്യാൻ 2,000-ഓളം രോഗികളാണ് ഔട്ട് പേഷ്യൻ്റ് വിഭാഗത്തിലൂടെ ദിവസവും എത്തുന്നതെന്ന് പറയുന്നു. അവർക്ക് ഈ സമരം ചെയ്യുന്ന നേഴ്സുമാരുടെ കുസ്തി പിടിക്കാനൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാകുക എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ ജോലി. അപ്പോൾ അവിടെ ബിഷപ്പ് സംസാരിക്കുന്നത്, ബിഷപ്പ് ശ്രദ്ധിക്കുന്നത് ഇവിടെ വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് 2,000 രോഗികൾ ദിവസവും വരുന്നു. ഈ രോഗികൾക്ക് സേവനം കിട്ടുന്നുണ്ടോ? ആ ശബ്ദമാണ് ബിഷപ്പിൻ്റെ ഭാഗത്തു നിന്നത്. അപ്പോൾ ഒരു മീഡിയേഷന് വേണ്ടി ബിഷപ്പിനെ വിളിക്കാൻ വന്നവർ ക്രിസ്ത്യാനികളായതുകൊണ്ടൊന്നല്ല ബിഷപ്പ് പോയത്. ആര് വിളിച്ചാലും പോയനെ. ഞങ്ങൾ സമരത്തിലാണ്, ബിഷപ്പ് വരണം, സംസാരിക്കണം. ഓക്കെ, വരുന്നു. രണ്ടു കൂട്ടരും സംസാരിക്കുന്നു. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഈ പറയുന്ന ടാർഗറ്റ് ഗ്രൂപ്പിന് ആവശ്യമായ സേവനം കൊടുക്കണമെങ്കിൽ ഓരോരുത്തർക്കും എത്ര ശമ്പളം കൊടുക്കാം എന്നതിനെ സംബന്ധിച്ചൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. ആ കാൽക്കുലേഷൻ അവരോട് പ്രസൻറ്റ് ചെയ്യുന്നു. ശമ്പളം കൂട്ടിക്കഴിഞ്ഞാൽ ടാർഗറ്റ് ഗ്രൂപ്പിന് കൊടുക്കേണ്ടി വരുന്ന സേവനം കൊടുക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ലെന്ന് അവർ പറയുന്നു. ഹോസ്പിറ്റൽ അടച്ചുപൂട്ടാൻ കഴിയില്ലല്ലോ, സേവനം കിട്ടേണ്ട ഗ്രൂപ്പിന് ഇത് കിട്ടണ്ടേ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതൊരു തീരുമാനത്തിൽ എത്തിക്കാൻ ബിഷപ്പിന് കഴിയാതെ പോയതാണ്. അല്ലാതെ തീരുമാനത്തിൽ എത്തിക്കാൻ കഴിയാതെ പോയി എന്നതിൻ്റെ പേരിൽ ബിഷപ്പിനെ ടാർണിഷ് ചെയ്ത് ക്രിസ്ത്യാനികൾ മൊത്തം മൊണ്ണകളാണ് എന്ന് വിചാരിച്ച് ഈ പറയുന്ന സമൂഹത്തെ അങ്ങ് പറ്റിച്ചു കളയാമെന്നൊക്കെ വിചാരിക്കുന്നത് ദിവാസ്വപ്നമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കൂടുതൽ അദ്ദേഹം പറയുകയുണ്ടായി, ഈ ഒരു ഓഫർ ഈ സമരം ചെയ്യുന്ന നേഴ്സുമാരുടെ മുമ്പിൽ വെക്കപ്പെട്ടു അത്രേ. ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ഒരു ഷായോ മറ്റോ ഉണ്ട്. അദ്ദേഹത്തെ അങ്ങ് മാറ്റുകയാണെങ്കിൽ, അദ്ദേഹത്തെ മാറ്റി ഇവിടെ നിന്ന് ഓടിച്ച് വിദേശത്ത് എത്തിക്കുകയാണെങ്കിൽ നേഴ്സുമാർ ചോദിക്കുന്ന ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. കത്തോലിക്ക സഭയെ സംബന്ധിച്ചൊരു ഷായ എന്നൊക്കെ പറഞ്ഞ് എന്തോന്നാണ് ഈ വിചാരിക്കുന്നത്? ഇയാളെ മാറ്റാൻ വേണ്ടി നേഴ്സുമാർ ഉപയോഗിക്കേണ്ട കാര്യമൊന്നും കത്തോലിക്ക സഭയ്ക്കില്ല. ഒന്നാമത്തെ വിഷയം. 2, ഏതെങ്കിലും നേഴ്സുമാർ വിചാരിച്ചാൽ ഇയാൾ നാട്ടിൽ നിന്ന് ഓടും.
അപ്പോൾ അത്തരം വളരെ വിവരം കെട്ട വാദങ്ങളൊക്കെ ഉന്നയിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ നേതൃത്വം നൽകുന്ന വ്യക്തിയും ഈ ചാനലുകാരനൊക്കെ ഈ അടുത്ത കാലത്തുണ്ടാക്കിയ സാമ്പത്തിക പുരോഗതി വലുതാണ് എന്നൊക്കെ പല ചാനലുകളും ഇവരെ പോലെ തന്നെ സ്വാതന്ത്ര്യമുള്ള ചാനലുകൾ കൊട്ടിഘോഷിക്കുന്നുണ്ട്. അതായത് ശരിതെറ്റുകളൊക്കെ നമുക്ക് അന്വേഷിച്ച് ആവശ്യമുള്ളവർ കണ്ടുപിടിച്ചോട്ടെ, ഞാൻ അത്തരം ആരോപണങ്ങളൊന്നും ഉന്നയിക്കാൻ തയ്യാറല്ല. ഇത് ചില ചാനലുകാർ ഇതും പറഞ്ഞു നടക്കുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഈ ഹോസ്പിറ്റലുകൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ, ഈ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജും അമല മെഡിക്കൽ കോളേജും തൃശ്ശൂർ നിൽക്കുന്നിടത്തോളം കാലം ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിന് തൃശ്ശൂർ എന്നല്ല മലപ്പുറത്തും പാലക്കാടും പേരുറയ്ക്കാൻ സാധിക്കില്ല. കാരണം മലപ്പുറത്തും പാലക്കാടുമുള്ള രോഗികൾ ആശ്രയിക്കുന്നത് ഈ പറഞ്ഞ 2 ഹോസ്പിറ്റലുകളെയാണ്. അപ്പോൾ അവിടെയാണെങ്കിലും ഇത്തരത്തിൽപ്പെട്ട ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ പണം ടാർഗറ്റ് ആക്കിയിട്ടൊരു ഹോസ്പിറ്റൽ, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ, പണം മിഷനും വിഷനുമാക്കിയിട്ടൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ സ്ഥാപിക്കുകയാണെങ്കിൽ അതിന് വിജയിക്കാൻ ഈ ജൂബിലിയും അമലയും ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അവരെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇത് പൊളിച്ചു മാറ്റേണ്ടത് അവർക്ക് അത്യാവശ്യമാണ്. ഇതിനെ ടാർണിഷ് ചെയ്യേണ്ടത് അവരുടെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്നതാണ് ഈ സമരമെന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാകും. ഇതിനെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾ എത്ര പണവും മുടക്കും. ആ പണം കിട്ടുന്നതിനനുസരിച്ച് ചാനലിലിരുന്ന് സംസാരിക്കുന്ന ആൾക്ക് ആവേശം മൂക്കും. ഇപ്പോൾ തന്നെ ഇത് പൊളിച്ചു കളയാം, ഞാൻ ഇതെല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബഹളം കൂട്ടും. കാരണം വിദേശത്തിരിക്കുന്നവരെ സംബന്ധിച്ച് 3 ജില്ലയിൽ കിടക്കുന്ന രോഗികളുടെ പോക്കറ്റിലെ പണമാണ് തങ്ങൾക്ക് എടുക്കാൻ കഴിയാതെ പോകുന്നത്. ബാക്കിയുള്ള ജില്ലകളിലൊക്കെ അവർക്ക് ഇഷ്ടം പോലെ കൊയ്തെടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ 3 ജില്ലകളിലെ രോഗികളുടെ പണം അവരുടെ പോക്കറ്റിൽ തന്നെ കിടക്കുകയാണ്. അതെങ്ങനെയും വാങ്ങിയെടുക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അത് തിരിച്ചറിയാനൊക്കെ ശേഷിയുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഈ വിശ്വാസി എന്ന് വിളിച്ച് ആക്ഷേപിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല, ഇത് വിശ്വാസികളുടെ മാത്രമൊന്നും ആശുപത്രിയല്ല, അവിടെ വരുന്ന എല്ലാ കൂട്ടത്തിൽപ്പെടുന്ന ആളുകളുമാണ്. ഈ ആശുപത്രികൾ സംരക്ഷിക്കേണ്ടത് ഈ 3 ജില്ലകളിലെ എല്ലാവരുടെയും, സർവ്വജനത്തിൻ്റെയും, ജാതി മത ഭേദമന്യേ സർവ്വജനത്തിൻ്റെയും ആവശ്യമാണെന്നുള്ളതും സാമാന്യ ബുദ്ധി മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ടെന്നുള്ളതും ചാനലിലിരുന്ന് ഒച്ചയുണ്ടാക്കുന്ന, ബഹളം കൂട്ടുന്ന, ആവേശം കൊള്ളുന്ന ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് പറയാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കഴിയുമെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഒരു കമൻറ്റും എഴുതുക.